തിരുവനന്തപുരത്ത് വഴുതക്കാട് ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു അപകടം. അത് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബ്ബാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബ് കൂടിയാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. അതിന് മുന്നിൽ ഉണ്ടായിരുന്ന അപകടം, അതിൽ 2 ചെറുപ്പക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ വണ്ടി ഓടിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ ഓടിച്ചിരുന്ന ആൾ വണ്ടി പെട്ടെന്ന് ഓടിച്ചു പോവുകയായിരുന്നു, ആളെ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് നടൻ മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു സുധീർ കുമാറിൻ്റെ പേരുള്ള വണ്ടിയാണ് എന്ന് ആദ്യം പോലീസ് കണ്ടെത്തുന്നു. പിന്നീടാണ് നടൻ മണിയമ്പിള്ള രാജു ആണ് ഈ സുധീർ കുമാർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. നടൻ ഈ വിവരം മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു, താൻ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നത്. ആ സമയത്ത് ഒരു ഭയം കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഓടിച്ചു പോയതെന്നും തന്നെ ഇങ്ങോട്ട് വന്ന് വണ്ടി 2 വീലർ ഇടിക്കുകയായിരുന്നു എന്നുമാണ് മണിയമ്പിള്ള രാജു വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മണിയമ്പിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനായി എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മ്യൂസിയം സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഇട്ട എഫ്ഐആറിൽ അജ്ഞാത വാഹനം ഇടിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. മണിയമ്പിള്ള രാജുവിൻ്റെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ പങ്കുവെക്കുന്നു, മൊഴി നൽകുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ 2 യുവാക്കളാണ്. ഇവർ 2 പേരും 2 ആശുപത്രികളിലായി, ഫോർട്ട് ആശുപത്രിയിലടക്കം ചികിത്സയിലാണ്. ഒരാൾക്ക് കാലൊടിഞ്ഞു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഒരാൾക്ക് നടുവിന് കാര്യമായി പരിക്കേറ്റ പശ്ചാത്തലം കൂടിയുണ്ട്. പരിക്കേറ്റവരിൽ ഒരാൾ കിംസിലും മറ്റൊരാൾ SP ഫോർട്ടിലും മെഡി ഫോർട്ടിലും ചികിത്സയിലാണ്. മണിയമ്പിള്ള രാജുവിൻ്റെ പേര് ആദ്യം രേഖപ്പെടുത്താതിരുന്നത്, അതായത് വാഹനത്തിൻ്റെ നമ്പർ മാത്രം ഉൾപ്പെടുത്തിയുള്ള FIR പുറത്തു വന്നതും വിവാദമായ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. ഹിറ്റ് ആൻഡ് റൺ, അതിന് വളരെ വ്യക്തമായി തന്നെ വകുപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ എടുക്കേണ്ടി വരും. മണിയമ്പിള്ള രാജുവിനൊപ്പം അവിടുത്തെ പ്രധാന പൗരപ്രമുഖരൊക്കെ സ്റ്റേഷനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിയമപരമായ വഴികൾ ഏതായാലും പോലീസിന് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കാൻ. ഡാന്, മണിയമ്പിള്ള രാജുവിനെ സംബന്ധിച്ച് കഴിഞ്ഞു താനാണ് വാഹനം ഓടിച്ചത് എന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വാഹനത്തെ ഇടിച്ചതിന് ശേഷം കടന്നു കളയുക എന്നുള്ളത് വലിയൊരു കുറ്റം തന്നെയാണ്. അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ ആ തരത്തിൽ? രഞ്ജിത്ത്, അദ്ദേഹം പറയുന്നത് ഭയചകിതനായി അദ്ദേഹം പെട്ടെന്ന് വാഹനം ഓടിച്ച് ജവഹർ നഗറിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നാണ്. അതായത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മണിയമ്പിള്ള രാജു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്ന നടപടികൾക്കായി ഇവിടെ എത്തിയതാണ്. സ്റ്റേഷനിൽ ഹാജരായ ശേഷം മണിയമ്പിള്ള രാജു പുറത്തേക്ക് വരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ പ്രതികരിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പുറത്ത് വെച്ച്, മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറത്ത് വെച്ച് മണിയമ്പിള്ള രാജു മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന് പെട്ടെന്ന് അപ്രതീക്ഷിതമായി വാഹനം പുറത്തേക്ക് എടുത്തപ്പോൾ ഉണ്ടായൊരു അപകടം എന്ന തരത്തിലാണ് അദ്ദേഹം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പോലീസിനോടടക്കം ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. താൻ ഭയപ്പെട്ട് പിന്മാറുകയായിരുന്നു എന്ന് പറയുന്നു. മ്യൂസിയം SIയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം പോലീസ് വാഹനത്തിലേക്ക് മണിയമ്പിള്ള രാജുവിനെ കയറ്റുന്നു. നാടകീയമായ രംഗങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇപ്പോൾ തയ്യാറായിട്ടില്ല. പോയി വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നു. പോലീസ് വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണല്ലോ പ്രധാനം. ആദ്യ FIRൽ പ്രതിയായിരുന്നില്ല, ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ടോ? അത് ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്ത് അല്പസമയത്തിനകം പുതിയ FIR വരുമായിരിക്കും. എന്തായാലും അദ്ദേഹം കുറ്റം സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചയാണ് എന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില പ്രമുഖർക്കൊപ്പമാണ് അദ്ദേഹം ഇവിടേക്ക് മറ്റൊരു വാഹനത്തിൽ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകാൻ എത്തിയത്. അതായത് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഈ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കയ്യബദ്ധം സംഭവിച്ചതാണ്, വാഹനം നിർത്താതെ പോയത് അദ്ദേഹം ആയതിനാലാണ് എന്ന തരത്തിലുള്ള മൊഴിയാണ് അദ്ദേഹം പ്രാഥമികമായി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വാഹനത്തിൽ മണിയമ്പിള്ള രാജുവുമായി മ്യൂസിയം പോലീസിൻ്റെ വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു. അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം പ്രതികരണം നടത്താമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ട്രിവാൻഡ്രം ക്ലബിന് സമീപത്ത് നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, ജവഹർ നഗറിലെ
വസതിയിലേക്ക് പോകുന്നതിനിടയിൽ ഇത്തരത്തിൽ എതിർദിശയിൽ വന്ന ഒരു ബൈക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനം വളരെ വേഗതയിലായിരുന്ന വാഹനം വന്നതെന്നാണ് ദൃക്സാക്ഷികളൊക്കെ നൽകുന്ന വിവരം. ആ വാഹനം ഈ യുവാക്കളെ ഇടിച്ചിടുകയായിരുന്നു. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നീ 2 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ആ വാഹനം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഈ പരിക്കേറ്റവർക്ക് ഒരാളുടെ കാലിനും ഒരാളുടെ കഴുത്തിനുമാണ് സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ 2 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ മണിയൻപിള്ള രാജു നടത്തിയ പ്രതികരണം ഈ വാഹനം തൻ്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ പിന്നീട് അങ്ങനെയല്ല കാര്യങ്ങൾ. മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമാണ് ഈ ബൈക്കിൽ ഇടിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും മ്യൂസിയം പോലീസ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിശദമായ മൊഴിയൊക്കെ രേഖപ്പെടുത്തും, അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 281 സെക്ഷൻ 281 അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ 124 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ 2 വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് 134A 134B ഈ വകുപ്പുകൾ ചുമത്തിയാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ FIRൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മണിയൻപിള്ള രാജുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് FIRൽ ചേർത്ത് പുതിയ FIR വന്നേക്കും. നിലവിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം വാഹനം ഇടിച്ചിട്ട ശേഷം അദ്ദേഹം ഭയപ്പെട്ടത് മൂലമാണ് അത് നിർത്താൻ കഴിയാതെ മുമ്പോട്ട് പോയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിക്കാമെന്ന് പറഞ്ഞാണ് മണിയൻപിള്ള രാജുവുമായി മ്യൂസിയം പോലീസ് അല്പസമയം മുമ്പ് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മണിയൻപിള്ള രാജു സമ്മതിച്ചു കഴിഞ്ഞു, താനാണ് കുറ്റം ചെയ്തത് എന്ന കാര്യം. അതടക്കം അന്വേഷിക്കും. ഇനിയിപ്പോൾ പ്രതി ചേർക്കുക എന്നുള്ള പ്രൊസീജിയറുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാകും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുക. നിയമപരമായ നടപടികൾ, ഹിറ്റ് ആൻഡ് റൺ കേസാണ്. നിയമപരമായ നടപടികൾ മണിയൻപിള്ള രാജു ഏറ്റുവാങ്ങേണ്ടി വരും. ഇപ്പോൾ അതിന് മുൻപ് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. സ്പീഡിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTVയിൽ കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്ന കണ്ടപ്പോൾ ആക്സിഡൻ്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ സർക്കുലസിലായി. ഉടനെ ഞാൻ സുബ്രഹ്മണ്യ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങില്ല, എനിക്ക് ഇറങ്ങാൻ വയ്യാതെ. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം, വയ്യാത്ത ആളാണ്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഇപ്പം ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്. വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എൻ്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു കാര്യങ്ങൾ കഴിഞ്ഞിട്ട്. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. ശരി. അതാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. ഏതായാലും മണിയൻപിള്ള രാജു നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. മറ്റു വാർത്തയിലേക്ക് പോകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.